പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. 10-ാം വാക്യത്തിന്റെ അവസാനം കൂടെ, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വായിച്ചതായ വേദഭാഗം വളരെ അർത്ഥബുദ്ധായ ഒരു വിഷയമാണ്. അതിനെക്കുറിച്ചുള്ളതായ ഒരു വിശദമായ ഒരു വിശദീകരണമല്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്കായി വെച്ചിരിക്കുന്ന ഒരു ആലോചന, സഹോദരന്മാരെ ദൈവസന്നിധിയിൽ രാപ്പകൽ കുറ്റം ചുമത്തുന്ന ഒരു അപവാദി ആരെന്ന് ചോദിച്ചാൽ അത് പഴയ പാമ്പ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ചൊരു കുറ്റം ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കും, ആരാണ് പറഞ്ഞത്, എവിടെ നിന്നാണ് നിങ്ങൾ കേട്ടത്? ഈ പറഞ്ഞവരാരും ഒരുപക്ഷെങ്കിൽ ഇന്നാര് നമ്മളോട് പറഞ്ഞു എന്ന് നമ്മളോട് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കയില്ല. വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത, ആരായിരിക്കും അത് പറഞ്ഞത്, എങ്ങനെയായിരിക്കും ഈ ഒരു വാർത്ത ഇങ്ങനെ തരംതിരിഞ്ഞു വന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് വ്യാകുലപ്പെടുന്നുണ്ടായിരിക്കാം. അങ്ങനെ വ്യാകുലപ്പെടുന്നവർ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത, നിങ്ങൾക്ക് തെറ്റായ, അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തിക്കളയുന്ന, തകർത്ത് കളയുന്നതായ ഏതെങ്കിലും ഒരു വാക്കുകൾ ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് പുറപ്പെട്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലായെങ്കിൽ ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുന്നു, ആരാണ് അത് സംസാരിച്ചതെന്നുള്ളതായി ഒരു ഉത്തരം തരികയാണ്. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന പഴയ പാമ്പിനെ, പ്രൈസ് ദി ലോർഡ്, ഈ പഴയ പാമ്പാണ് സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നത്. അതെന്തിനാണ് ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നതെന്ന് അറിയാമോ? ദൈവം ഒരിക്കലും അവരെ സ്നേഹിക്കരുത്, ദൈവം ഒരിക്കലും അവരെ വഴി നടത്തരുത്, ദൈവം ഒരിക്കലും അവരെ അനുഗ്രഹിക്കരുത്, അവരനുഗ്രഹിക്കപ്പെടരുത് എന്നുള്ളതായ ഒരു ചിന്താഗതി ദൈവസന്നിധിയിൽ ചെലുത്തുന്നതിന് വേണ്ടി ദൈവത്തെ ബോധ്യപ്പെടുത്തുവാൻ രാപ്പകൽ മനുഷ്യന്റെ കുറ്റങ്ങൾ ഏറ്റേറ്റും കൊണ്ട് പിശാച് പഴയ പാമ്പ് പഴയ കാര്യങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് അവിടെ വെളിപ്പെടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യൻ മറക്കും, പക്ഷെങ്കിൽ പിശാച് മറക്കത്തില്ല. നോക്കൂ, കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷം ശിഷ്യന്മാരും ജനങ്ങളും, കരഞ്ഞവരും കരയാത്തവരും വഴിപോക്കരും എല്ലാവരും രാത്രിയുടെ യാമത്തിൽ അവരവരുടെ വീടുകളിലേക്ക് പോയി. കർത്താവ് മാത്രം, ആ ഇരു കള്ളന്മാരും തന്റെ ഇടത്തും വലത്തുമായി ആ ഗൊൽഗോഥാ മലയിൽ, അല്ലെങ്കിൽ ആ കർത്താവിനെ ക്രൂശിച്ചതായ സ്ഥലത്ത് അവിടെ താൻ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പരീശന്മാർക്കും പള്ളിപ്രമാണികൾക്കും ഒരു കാര്യം ഓർമ്മ വന്നു. അവർ ഓടി പീലാത്തോസിന്റെ അടുത്ത് വന്ന് പറയുക, യജമാനനെ, ഈ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നു. നോക്കൂ, പഴയ പാമ്പ് ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. അദ്ദേഹം ജീവനോടിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയാം. കൂടെ നിന്ന ശിഷ്യന്മാർക്ക്, 3.5 വർഷം തന്റെ കൂടൊപ്പം സഞ്ചരിച്ചതായ ശിഷ്യന്മാർക്ക് ഈ പണിയെക്കുറിച്ചും ഈ മന്ദിരത്തെക്കുറിച്ചുമുള്ളതായ ശരിയായ ഒരു ബോധ്യം അവർക്കുണ്ടായില്ല. പക്ഷെങ്കിൽ പിശാചിന് ആ വാക്കുകളുടെ അർത്ഥം നല്ലതുപോലെ അറിയാമായിരുന്നു. ആ പഴയ പാമ്പ് ചെന്ന് അവരോട് പറയാണ്, നിങ്ങൾ ചെന്ന് പിലാത്തോസിനോട് പറയുക, ആ ചതിയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അങ്ങനെ ആ കർത്താവിന്റെ കല്ലറ കാക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ അടക്കിയിരുന്നതായ കല്ലറയ്ക്ക് കാവൽ നിൽക്കുവാൻ പീലാത്തോസ് അവിടെ പടയാളികളെ അനുവദിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്? പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും, പക്ഷെങ്കിൽ പിശാച് മറക്കത്തില്ല. പല കുറ്റങ്ങളും, നമ്മുടെ കുറവുകളും വശങ്ങളും ഒക്കെ, നമ്മുടെ താഴ്ചകളുമൊക്കെ നമ്മൾ അങ്ങ് മറന്നുപോകും, പക്ഷെങ്കിൽ പിശാച് മറക്കത്തില്ല. പിശാച് അതിനെയെല്ലാം ഓർമ്മ വെച്ചുകൊണ്ട്
ദൈവസന്നിധിയിൽ ചെന്ന് പറയും, യജമാനനെ ആ ചതിയൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവനത് ചെയ്യാത്ത കാര്യമാണ്, അവനത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, ചില കാര്യങ്ങൾ ദൈവത്തോട് അവൻ സമ്മതിച്ചിട്ടില്ലേ, പക്ഷെങ്കിൽ അവൻ അതൊന്നും പൂർത്തീകരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. അവൻ തോറ്റുപോയ പല രംഗങ്ങളെയും പിശാച് എടുത്തും കൊണ്ട് ദൈവസന്നിധിയിൽ ചെന്ന് നമുക്കെതിരായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപവാദം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വാദങ്ങൾ അത് സൃഷ്ടിച്ചും കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലപ്പോഴും നമുക്കെതിരായി സംസാരിക്കുന്ന പോരാളികളെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്കെതിരായി സംസാരിക്കുന്ന എതിരാളിയെ കുറിച്ച് നമുക്ക് ബോധ്യമില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നന്നായി ഈ പ്രഭാതത്തിൽ വെളിപ്പെടുത്തുകയാണ്. അത് മറ്റാരുമല്ല, പഴയ പാമ്പാണ്. പഴയ പാമ്പ് പഴയ കാര്യങ്ങളെ കൊണ്ടുവരും. കുടുംബജീവിതത്തിൽ പഴയ കാര്യങ്ങൾ പാമ്പ് കൊണ്ടുവരും. ഭാര്യയുടെ ഹൃദയത്തിൽ പഴയ കാര്യങ്ങൾ ഓർപ്പിക്കും. ഭർത്താവിന്റെ ഓർമ്മയിൽ പഴയ കാര്യങ്ങളെ കൊണ്ടുവരും. കുടുംബത്തിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ പഴയ കാര്യങ്ങളെ കൊണ്ടുവരും. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ പഴയ കാര്യങ്ങൾ ഓർപ്പിച്ചു കൊണ്ടുവരും. നാം സുഹൃത്തുക്കളുമായിട്ട് കലങ്ങിയതായ, അല്ലെങ്കിൽ പോരടിച്ചതായ, വഴക്കിട്ടതായ കാലങ്ങളിലൊക്കെ നമുക്ക് പറ്റിയതായ പല തെറ്റുകുറ്റങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചതായ പല കാര്യങ്ങളും അപവാദമായിട്ട് വീണ്ടും വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു ദിവസമുണ്ട് ഈ അപവാദിയെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നതായ ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ദൈവജനത്തിനൊരു പ്രത്യാശ, ഇതാണ് നമ്മളുടെ പ്രത്യാശ. ഇന്നവൻ കുറ്റം പറയുന്നു, ഇന്നവൻ എന്നെക്കുറിച്ച് അപവാദം പറയുന്നു, എനിക്ക് അവനോട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അവനോട് ചെയ്യുവാൻ കഴിയുന്ന ഒരു ശക്തി ഒരു ദിവസം വെളിപ്പെടും. നിന്റെ മുൻപിൽ നിന്ന് ആ പിശാചിനെ, പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നതായ ഒരു പ്രഭാതത്തെ നിനക്ക് കാണുവാൻ കഴിയും. ആ പ്രഭാതത്തിൽ എന്താണെന്ന് അറിയാമോ? ഒരു ശബ്ദം സ്വർഗത്തിൽ കേട്ടത്, ഇന്ന് മുതൽ നമ്മുടെ ക്രിസ്തുവിന്റെ രക്ഷയും അവന്റെ ആധിപത്യവും നമ്മളിൽ ആരംഭിച്ചിരിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതായ ഒരു ജയഘോഷം സ്വർഗത്തിൽ മുഴങ്ങുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ അതാണ്. ഇന്ന് നമ്മോട് പോരാടുന്നവർ, ഇന്ന് നമ്മെ കുറ്റം പറയുന്നവർ, ഇന്ന് നമുക്ക് അപവാദം പറയുന്നവർക്ക് ഒരന്ത്യമുണ്ട്. അവർ ലജ്ജിക്കുന്നതായ ഒരു ദിവസമുണ്ട്. ഒരു ദിവസം ദൈവസന്നിധിയിൽ കുറ്റം പറയുന്ന പഴയ പാമ്പിനെ, പഴയ പിശാചിനെ, പഴയ തത്വങ്ങളെയും പഴയ കാര്യങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുവന്ന് ആ ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹൗവയെയും മോഹിപ്പിച്ചതായ തെറ്റായ വാഗ്ദത്തങ്ങൾ കൊടുത്ത് അബദ്ധങ്ങളിലേക്ക് ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്നതായ ഈ പഴയ ആളിനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്ന ഒരു ദിവസമുണ്ട്. ആർക്കത് കാണുവാൻ കഴിയും? ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക്, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് ആ ദിവസമുണ്ട്. ഒരു ദിവസം എന്റെ ദൈവം വെളിപ്പെടും, എന്റെ വിഷയങ്ങളിൽ വെളിപ്പെടുമെന്ന് ആര് പ്രത്യാശിക്കുന്നുവോ അവർ ആ ദിവസത്തെ കാണും, അവർ ആ പ്രഭാതത്തെ കാണും, അവരവരുടെ സന്തോഷപൂർണതയിലേക്ക് കാണും. അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ആധിപത്യം തെളിഞ്ഞു വരുന്നത് അവർക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഈ ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അപവാദങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങൾ, വൈഷമ്യതകൾ നമുക്ക് നേരിടുവാനുണ്ട്. നാം പറഞ്ഞുപേക്ഷിച്ചതായ അനേക വിഷയങ്ങളെ പിശാച് ഇപ്പോഴും ഭൂതലത്തിൽ പലയിടത്തും പല ദൈവമക്കളിലും കൊണ്ടുപോയി ദുരാലോചനകൾ കൊടുക്കും. ഇന്നതാണ്, ഇന്നതാണ്, ഇന്നവൻ ഇന്നതാണ്, ഇന്നവളി ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യാശയെ നശിപ്പിച്ച് ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന ഒരുവനുണ്ട്. പക്ഷെങ്കിൽ ദൈവവൈതലെ, നീ ഭാരപ്പെടരുത്. നിന്റെ കൺമുമ്പിൽ വെച്ച് ഈ പഴയ പാമ്പിനെ തള്ളിക്കളയുന്നത് നിന്റെ കണ്ണാലെ നീ കാണും. ക്രിസ്തുവിന്റെ രക്ഷയും ക്രിസ്തുവിന്റെ ആധിപത്യവും നിന്നിലും നിന്റെ കുടുംബത്തിലും ജീവിതത്തിലും തളർന്നു പോയതായ ഓരോ അന്തരീക്ഷങ്ങളിലും വളർന്നു വരുന്നതും ഉദിച്ചു വരുന്നതുമായ നിന്നെ ബലപ്പെടുത്തുന്നതായ ഒരു സുപ്രഭാതത്തിലേക്ക് നടത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതായ ഒരു വലിയ പ്രത്യാശ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരികയാണ്. ആ വാഗ്ദാനത്തെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഉൾക്കൊള്ളുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അതിനെ കാണുവാൻ, ഗ്രഹിക്കുവാൻ ഈ പ്രഭാതത്തിലെ തിരുവചനങ്ങൾ നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.